Welcome my dear students. Today we are discussing about the Venturi meter, an experiment in Venturi meter to find out the coefficient of discharge. ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കാണുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി വാട്ട് ഈസ് വെഞ്ചുറി മീറ്റർ? Venturi meter is a hydraulic device used to measure the rate of flow or discharge through a pipe. ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ഒരു ഹൈഡ്രോളിക് ഉപകരണമാണ് വെഞ്ചുറി മീറ്റർ. ഡിസ്ചാർജ് ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുക. അങ്ങനെ ഡിസ്ചാർജ് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് അളക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് വെഞ്ചുറി മീറ്റർ. Venturi meter works on the principle of Bernoulli's theorem. Bernoulli's theorത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ആക്ച്വലി എന്ത് വെഞ്ചുറി മീറ്റർ. ഓക്കെ, പറയാം. കൺസ്ട്രക്ഷൻ ഏകദേശം എങ്ങനെയിരിക്കും? കൺസ്ട്രക്ഷൻ ഓഫ് ദി വെഞ്ചുറി മീറ്റർ. ഓക്കെ, there is a larger diameter section is there, then a converging section. ഇതിൻ്റെ ഡയമീറ്റർ ഇങ്ങനെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരും. Then it become the minimum area section or throat. ഈ ഏരിയ നമ്മൾ ത്രോട്ട് എന്ന് പറയും. ത്രോട്ട്, this portion is called throat, the minimum cross sectional area portion. Then its area diverges or its area has been increasing. ഇങ്ങനെ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ലാർജർ സെക്ഷനിൽ നിന്ന് കൺവേർജ് ചെയ്തിട്ട് ഇങ്ങനെ ത്രോട്ടിലേക്ക് വരും. ത്രോട്ടിൽ നിന്ന് ഡൈവേർജ് ചെയ്തിട്ട് പഴയ ക്രോസ് സെക്ഷനിലേക്ക് തന്നെ എത്തുന്നു. വാട്ടർ ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ ഇവിടുത്തെ പ്രഷർ അളന്നാൽ, ലാർജർ സെക്ഷനിലെ പ്രഷർ അളന്നാൽ, അതുപോലെ തന്നെ സ്മോളർ സെക്ഷനിലെ ത്രോട്ടിലെ പ്രഷർ അളന്നാൽ ബോത്ത് വിൽ ബി ഡിഫറെൻറ്റ്. ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, ലാർജർ സെക്ഷനിൽ പ്രഷർ കൂടുതലായിരിക്കും. ദെൻ സ്മോളർ സെക്ഷനിൽ പ്രഷർ കുറവായിരിക്കും. ദിസ് പ്രഷർ ഡിഫറൻസ് ഓർ പ്രഷർ ഹെഡ് ഡിഫറൻസ് ഈസ് നോൺ ആസ് ദി വെഞ്ചുറി ഹെഡ്. ഈ ഡിഫറൻസിനെ പറയുന്ന പേരാണ് വെഞ്ചുറി ഹെഡ്. ഈ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ദ ഡിസ്ചാർജ് വിൽ ബി മോർ, ഡിസ്ചാർജും കൂടുതലായിരിക്കും. ഈ ഡിഫറൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് വിൽ ബി ലെസ്. ക്ലിയർ? ദാറ്റ് മീൻസ് ദ ഡിസ്ചാർജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വെഞ്ചുറി ഹെഡ്. വെഞ്ചുറി ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡിസ്ചാർജ്. വെഞ്ചുറി ഹെഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ഈസ് മോർ, വെഞ്ചുറി ഹെഡ് കുറവാണെങ്കിൽ ഡിസ്ചാർജ് ഈസ് ലെസ്. This principle is applied in the Venturi meter. Clear? Practically, we are setting this arrangement. Practically, നമ്മൾ എങ്ങനെയാണ് അതിനെ സെറ്റിന് അറേഞ്ച്? This is the Venturi meter. Liquid has been flowing in this direction. Liquid ഈ ഡയറക്ഷനിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡയമീറ്റർ കൂടുതലാണ്. The converging then reaches to the throat. ത്രോട്ടിലേക്ക് എത്തുന്നു. Then diverging reaches to the maximum diameter. ഇങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഈ പോയിന്റിലെയും പ്രഷർ ഡിഫറൻസ് ആണ് അളക്കേണ്ടത്. അത് അളക്കാനായിട്ട് എ ഡിഫറൻഷ്യൽ യു ട്യൂബ് മാനോമീറ്റർ ഈസ് ഫിറ്റഡ്. ഒരു യു ട്യൂബ് മാനോമീറ്റർ ഇതുപോലെ ഡിഫറൻഷ്യൽ യു ട്യൂബ് മാനോമീറ്റർ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇതിൽ മെർക്കുറിയാണ് ഇതിനകത്ത്. ഇവിടെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇത് ഇങ്ങോട്ട് താന്നിരിക്കും ലെവൽ. ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ദ ലെവൽ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്, ഇതുപോലെ ആയിരിക്കും. ഈ ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ആ റീഡിംഗ് എടുക്കാം. ഇവിടുത്തെ റീഡിംഗ് ലെഫ്റ്റ് ലിംബ് റീഡിംഗ് H1 ക്യാൻ ബി ടേക്കൺ ബൈ മീൻസ് ഓഫ് എ സ്കെയിൽ. ഇതിനകത്ത് സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിലിൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റൈറ്റ് ലിംബ് റീഡിംഗ് H2 ക്യാൻ ഓൾസോ ബി റെഡ്. അതും നമുക്ക് എടുക്കാനായിട്ട് പറ്റും, നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് H2 - H1 ഇസ് ദ വെഞ്ചുറി ഹെഡ്. അങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും. ക്ലിയർ? ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ അറേഞ്ച്മെന്റ്. ഈ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ മെഷർ ദി ഡിസ്ചാർജ് ഓർ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് ദി തിയറട്ടിക്കൽ ഡിസ്ചാർജ്. തിയറട്ടിക്കലി ദാറ്റ് ഡിസ്ചാർജ് ക്യാൻ ബി മെഷേർഡ് ബൈ മെഷറിംഗ് ദിസ് ഡിഫറൻസ്, പ്രഷർ ഹെഡ് ഡിഫറൻസ് ഓർ വെഞ്ചുറി ഹെഡ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാനായിട്ട് പറ്റും? വെഞ്ചുറി ഹെഡ്
ദ തിയറട്ടിക്കൽ ഡിസ്ചാർജ് QT അതാണ് നമ്മൾ അളക്കാൻ പോകുന്നത് ഈക്വൽസ് A1 A2 റൂട്ട് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർഡ് മൈനസ് A2 സ്ക്വയർഡ്. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. A1 എന്താണ്, A2 എന്താണെന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ? യെസ്, ദ സെയിം A1 A2 divided by root of A1 squared minus A2 squared into root 2GH. This can be used for finding the theoretical discharge. A1 എന്താണെന്ന് അറിയണ്ടേ? A1 is the area of pipe at larger section. ഈ larger sectionലുള്ള പൈപ്പിന്റെ ക്രോസ് സെക്ഷനുള്ള ഏരിയ ഡയമീറ്റർ അറിഞ്ഞാൽ മതി കണ്ടുപിടിക്കാം അല്ലേ? A1 ഇവിടത്തെ. A2 is the area at throat. ഈ ഡയമീറ്റർ കുറഞ്ഞ സെക്ഷനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ is the A2. Then H is the Venturi head. The level difference is the H. H2 minus H1. That is H. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ we can find out the theoretical discharge. അങ്ങനെ നമുക്ക് theoretical discharge അളക്കാൻ പറ്റി. ഓക്കെ, അത് അളന്നു കഴിഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് എങ്ങനെ അളക്കാം? നമ്മൾ തിയറട്ടിക്കലി കാൽക്കുലേറ്റഡ് ഡിസ്ചാർജ് ആണ് അല്ലേ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് അത് അളക്കുന്നത് എങ്ങനെയാണ്? ഇതിലൂടെ ഒഴുകുന്ന ലിക്വിഡ് വന്ന് വീഴുന്നത് ഈ ടാങ്കിലേക്കാണ്. മെഷറിംഗ് ടാങ്ക് ഈസ് റിക്വയർഡ് ഫോർ മെഷറിംഗ് ഇറ്റ്. ഒരു മെഷറിംഗ് ടാങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. ആ മെഷറിംഗ് ടാങ്കിലേക്കാണ് വന്ന് വീഴുമ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങനെ കയറി ഉയർന്നു വരും. ഓക്കെ, ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് ദിസ് മെഷറിംഗ് ടാങ്ക് ഈസ് നോൺ ടു അസ്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് അളക്കാം. അളന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദിസ് ടാങ്ക്. ഇതിലേക്ക് വന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടി വരും. 10 സെൻറ്റിമീറ്റർ വെള്ളം കളക്ട് ചെയ്യാൻ, 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ട ടൈം ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ മീൻസ് ഓഫ് എ സ്റ്റോപ്പ് വാച്ച്. ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമുക്ക് അളക്കാനായിട്ട് പറ്റും. ഇത്ര അളന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കാണാനായിട്ട് പറ്റും. ഒരു മെഷറിംഗ് ടാങ്ക് ഉപയോഗിക്കുന്നു, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്കറിയാം. അതിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോൾ ലെവൽ ഹൈറ്റിന് ഉയർന്നു വരും. 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ജലം ഉയരുവാനായിട്ട് വേണ്ട ടൈം എത്രയാണെന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അളക്കുകയും ചെയ്യും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ മെഷർ ദി ആക്ച്വൽ ഡിസ്ചാർജ്. അതെങ്ങനെയാ നോക്കിക്കോളൂ. വിഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത് അതല്ലേ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഹൈറ്റ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ഓർ 0.1 മീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? 0.1 മീറ്റർ. കാരണം എന്താണ്? 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്ക് വെള്ളം നിറയുവാൻ ആവശ്യമായ സമയമാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ദിസ് ബിക്കം ദ വോള്യം ഡിവൈഡഡ് ബൈ ടൈം. അതിനായിട്ട് എടുത്ത ടൈം എത്രയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് സെക്കൻഡ്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ മീൻസ് ഓഫ് എ സ്റ്റോപ്പ് വാച്ച്. ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചുകൊണ്ടുള്ള ടൈം നമ്മൾ എടുക്കും. ദെൻ ഇറ്റ് ഗീവ്സ് ദി ആക്ച്വൽ ഡിസ്ചാർജ്. Actual discharge QA is equal to width into length into 0.1. 0.1 means 10 centimeter. മീറ്ററിലേക്ക് ആക്കിയപ്പോൾ 0.1 നടന്നു. Width should be in meters, length should be in meters, height is also in meters. Divided by time T in seconds. Now the actual discharge QA in terms of meter cube per second is obtained. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറട്ടിക്കൽ ഡിസ്ചാർജ് കിട്ടി, ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD. അതെങ്ങനെ കാണും? അതെന്താണ് സാധനം? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD is the ratio of actual discharge QA to the theoretical discharge QT. എന്ന് വെച്ചാൽ CD means QA by QT. QA എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ്. QT എന്താണ്? തിയറട്ടിക്കൽ ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി CD. നമുക്ക് നോക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഒരു വെഞ്ചുറി മീറ്റർ വേണം അല്ലേ? ഈ കാണുന്ന പോലുള്ള ഒരു വെഞ്ചുറി മീറ്റർ വിത്ത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്ററോട് കൂടിയ ഒരു വെഞ്ചുറി മീറ്റർ വേണം. ഒന്ന്. രണ്ടാമതായിട്ട് മെഷറിംഗ് ടാങ്ക്. ആക്ച്വൽ ഡിസ്ചാർജ് അളക്കണമെങ്കിൽ മെഷറിംഗ് ടാങ്ക് വേണം അല്ലേ? മെഷറിംഗ് ടാങ്ക് മാത്രം പോരാ, എ സ്റ്റോപ്പ് വാച്ച്. ഇത്രയും അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കണ്ടക്ട് ദിസ് എക്സ്പെരിമെൻറ്റ്. ക്ലിയർ? ഏതൊക്കെ റീഡിങ്സ് എടുക്കണം നമുക്ക് നോക്കാം. റീഡിങ്സ് ഏതൊക്കെ എടുക്കണം? ഈ ലെവൽ ഡിഫറൻസ് അളക്കണം അല്ലേ? അതിനായിട്ട് ലെഫ്റ്റ് ലിംബ് റീഡിങ്, മാനോമീറ്റർ റീഡിങ്സ് എടുക്കണം അല്ലേ? ലെഫ്റ്റ് ലിംബിലെ റീഡിങ്, ദെൻ റൈറ്റ് ലിംബിലെ റീഡിങ്. ശരിയല്ലേ? ലെഫ്റ്റ് ലിംബിലെ റീഡിങ് H1 ആയിട്ട് എടുക്കുക, ദെൻ റൈറ്റ് ലിംബിലെ റീഡിങ് H2 ആയിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ?
ദെൻ ടൈം ഫോർ ഇതിനകത്ത് വെള്ളം നിറയുന്ന 10 സെൻറ്റിമീറ്റർ വെള്ളം നിറയുവാൻ ആവശ്യമായ ടൈം, ദാറ്റ് ടൈം ടി ഹാസ് ടു ബി മെഷേർഡ്. അപ്പോൾ ഈ 3 റീഡിങ് മാത്രമേ ഈ എക്സ്പെരിമെൻ്റ് എടുക്കാനുള്ളൂ. ലെഫ്റ്റ് ലിംബിലെ റീഡിങ്, മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് ലിംബിലെ റീഡിങ്, റൈറ്റ് ലിംബിലെ റീഡിങ്. അതിന് പുറമെ മെഷറിംഗ് ടാങ്കിൽ 10 സെൻറ്റിമീറ്റർ റൈസിന് വെള്ളം നിറയുവാൻ വേണ്ട ടൈം, ഈ 3 റീഡിങ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ കണ്ടക്ട് ദി എക്സ്പെരിമെൻറ്റ് ഫോർ ഫൈൻഡിങ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ വെഞ്ചുറിമീറ്റർ. ക്ലിയർ? ഇനി അതെങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ.